ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നാണ്. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ചുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിസിറ്റി. Electricity is the branch of physics which deals with the study of charges. ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജസ്. ഫിസിക്സിൽ ചാർജസിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. If the charges are at rest, the study is electrostatic or static electricity. അതായത് നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ചാർജസിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. ഇഫ് ദ ചാർജസ് ആർ അറ്റ് റെസ്റ്റ്, ചാർജസ് റെസ്റ്റിലാണെങ്കിൽ ദ സ്റ്റഡി ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഓർ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അതിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇഫ് ദ ചാർജസ് ആർ മൂവിങ്, ചാർജസ് ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദ സ്റ്റഡീസ് ഇലക്ട്രോ ഡൈനാമിക്സ്, അതിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ഇലക്ട്രോ ഡൈനാമിക്സ് ഓർ കറണ്ട് ഇലക്ട്രിസിറ്റി. ഇഫ് ദ ചാർജസ് ആർ മൂവിങ് ദ സ്റ്റഡീസ് ഇലക്ട്രോ ഡൈനാമിക്സ് ഓർ കറണ്ട് ഇലക്ട്രിസിറ്റി. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്നത്. ഇലക്ട്രിക് ചാർജസ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് തരത്തിലുള്ള ഇലക്ട്രിക് ചാർജസ് ഉണ്ട്. പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും. ദ യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളം. അതായത് ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളമ്പാണ്. കൂളമ്പിനെ നമ്മൾ സി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ച് സൂചിപ്പിക്കും. ദ യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളം ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സി. ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്ന കൂളമ്പാണ്. അതിനെ സൂചിപ്പിക്കുന്നത് സി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് തരത്തിലുള്ള ബോഡീസ് ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ് ബോഡി ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. അതിൽ പോസിറ്റീവ്ലി ചാർജ് ബോഡി മീൻസ് ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസി, ഇലക്ട്രോൺസിൻ്റെ കുറവ് ഉള്ള ബോഡീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി. ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി മീൻസ് എക്സസ് ഓഫ് ഇലക്ട്രോൺസ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി എന്ന് പറയുമ്പോൾ അതിൽ ഇലക്ട്രോൺസ് ധാരാളം കാണപ്പെടുന്ന ബോഡിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ്ലി ചാർജ്ഡ് ബോഡി. There are two types of bodies, positively charged body and negatively charged body. Positively charged body means deficiency of electrons in the body, and negatively charged body means excess of electrons. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് ചാർജിങ്. ഒരു വസ്തുവിനെ നമുക്ക് എങ്ങനെയെല്ലാം ചാർജ് ചെയ്യാം. ചാർജ് ഇല്ലാതിരിക്കുന്ന ഒരു വസ്തു, ദാറ്റ് ഈസ് എ ന്യൂട്രൽ ബോഡി. ന്യൂട്രലായിട്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് ഏതെല്ലാം രീതിയിൽ ചാർജ് ചെയ്യാം. മെത്തേഡ്സ് ഓഫ് ചാർജിങ്. ഇവിടെ 3 രീതികളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ചാർജിങ് ബൈ ഫ്രിക്ഷൻ, സെക്കൻഡ് വൺ ചാർജിങ് ബൈ കണ്ടക്ഷൻ, തേർഡ് വൺ ചാർജിങ് ബൈ ഇൻഡക്ഷൻ. 3 രീതികളാണ് പറഞ്ഞത്. ഫസ്റ്റ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ, ചാർജിങ് ബൈ കണ്ടക്ഷൻ, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇന്ന് നമുക്ക് ഓരോന്നും വിശദമായി നോക്കാം. അല്ല, ഫസ്റ്റ് വൺ ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അതായത് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് വസ്തുക്കളെ തമ്മിൽ ഉരസുന്നു. വെൻ ടു ബോഡീസ് ആർ റബ്ഡ് ഈച്ച് അതർ, രണ്ട് വസ്തുക്കൾ നമ്മൾ പരസ്പരം ഉരസുന്ന സമയത്ത് ഇലക്ട്രോൺസ് ഇൻ വൺ ബോഡി ട്രാൻസ്ഫർ ടു സെക്കൻഡ് ബോഡി. ഒരു വസ്തുവിനുള്ള ഇലക്ട്രോൺ മറ്റൊരു വസ്തുവിലേക്ക്, രണ്ടാമത്തെ വസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. വെൻ ടു ബോഡീസ് ആർ റബ്ഡ് ഈച്ച് അതർ, ഇലക്ട്രോൺസ് ഇൻ വൺ ബോഡി ട്രാൻസ്ഫർ ടു സെക്കൻഡ് ബോഡി. നമ്മൾ രണ്ട് വസ്തുക്കളെ തമ്മിൽ പരസ്പരം ഉരസുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസ് ഇൻ വൺ ബോഡി, ഒരു വസ്തുവിലുള്ള ഇലക്ട്രോൺ മറ്റൊരു വസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു, രണ്ടാമത്തെ വസ്തുവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വെൻ എ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് സിൽക്ക്. നമ്മളൊരു ഗ്ലാസ് റോഡിന് ഒരു സിൽക്കുമായിട്ട് ഉരസുകയാണ്, റബ്ബ് ചെയ്യുകയാണ്.
അപ്പോൾ സംഭവിക്കുന്നത് സം ഓഫ് ദ ഇലക്ട്രോൺസ് ഫ്രം ദ ഗ്ലാസ്സിലുള്ള കുറേ ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫർ ടു ദ സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഗ്ലാസ്സിനെ നമ്മൾ സിൽക്കുമായി ഉരസി. അപ്പോൾ എന്താ സംഭവിച്ചത്? ഗ്ലാസ്സിലുള്ള കുറേ ഇലക്ട്രോൺസ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു? സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. അപ്പോൾ ഗ്ലാസ്സിലുള്ള ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഗ്ലാസ്സിന് എന്തിൻ്റെ കുറവുണ്ടാകും? ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ടാകും. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ടാകുന്ന ഇത്തരം ബോഡീസിനെ നമ്മൾ പറയുന്ന പേരാണ് പോസിറ്റീവ്ലി ചാർജ്ഡ് ബോഡി. അപ്പോൾ ഗ്ലാസ്സിന് നമ്മുടെ എന്ത് ചാർജ് ലഭിക്കുന്നു? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. അപ്പോൾ ഈ ഗ്ലാസ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഇലക്ട്രോൺസ് ആരിലേക്കാണ് പോയത്? സിൽക്കിലാണ് പോയത്. അപ്പോൾ സിൽക്കിൽ എന്ത് ചെയ്തു? കുറേ അധികമായിട്ട് എന്ത് വന്നു ചേർന്നു? ഇലക്ട്രോൺസ് വന്നു ചേർന്നു. അതായത് സിൽക്കിൽ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സിൽക്കിന് ഏത് ചാർജ് ലഭിക്കുന്നു? നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ രണ്ട് വസ്തുക്കളെ തമ്മിൽ പരസ്പരം ഉരസി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചാർജുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ചാർജിങ് ബൈ കണ്ടക്ഷനാണ്. അതായത് ഒരു വസ്തുവിന് നമുക്ക് ചാർജ് ഉണ്ട്, മറ്റൊരു വസ്തുവിന് നമുക്ക് എന്ത് ചെയ്യണം? ചാർജ് ചെയ്യണം. ഈ രണ്ട് വസ്തുക്കൾ നമ്മൾ ആക്ച്വൽ കോണ്ടാക്ട്, യഥാർത്ഥത്തിൽ പരസ്പരം എന്ത് ചെയ്യുന്നു? സമ്പർക്കത്തിൽ കൊണ്ടുവരുന്നു, കോണ്ടാക്റ്റിൽ കൊണ്ടുവരുന്നു. ഇതിൻ്റെ ഫലമായി ചാർജ് ഇല്ലാത്ത വസ്തുവിന് ചാർജ് ലഭിക്കുന്നു. ഈ രീതിയിൽ ചാർജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ചാർജിങ് എ ബോഡി വിത്ത് ആക്ച്വൽ കോണ്ടാക്ട് ഓഫ് അനദർ ബോഡി. ഒരു വസ്തുവിനെ നമ്മൾ ചാർജ് ചെയ്യുന്നു. എങ്ങനെ ചാർജ് ചെയ്യുന്നു? വിത്ത് ആക്ച്വൽ കോണ്ടാക്ട് ഓഫ് അനദർ ബോഡി. മറ്റൊരു വസ്തുവുമായി ആക്ച്വൽ കോണ്ടാക്റ്റിലൂടെ ചാർജ് ചെയ്യുന്നു. ഈ രീതിയിൽ ചാർജ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ചാർജിങ് ബൈ ഇൻഡക്ഷനാണ്. ഇവിടെ ഈ രണ്ട് ബോഡീസ് ഉണ്ട്, ചാർജുള്ള ഒരു ബോഡിയും ഉണ്ട്, ചാർജ് ഇല്ലാത്ത ഒരു ബോഡിയും ഉണ്ട്. ഇതിൽ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി ഈ രണ്ട് ബോഡീസും തമ്മിൽ പരസ്പരം കോണ്ടാക്റ്റിൽ വരുന്നില്ല. ഈ രണ്ട് ബോഡികളും പരസ്പരം നെയ്ബറായിട്ട് വയ്ക്കുന്നു. അതിൻ്റെ ഫലമായി ഒരു ബോഡിയിലുള്ള ചാർജ് മറ്റേ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. ഈ രീതിയിൽ ആക്ച്വൽ കോണ്ടാക്റ്റിലൂടെ അല്ലാതെ ഒരു ബോഡിയിൽ നിന്ന് ചാർജ് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ദ ഫിനോമിനൻ ബൈ വിച്ച് എ ന്യൂട്രൽ ബോഡി gets charged by the presence of neighboring charged body is called electrostatic induction. The phenomenon by which a neutral body, അതായത് ഒരു ന്യൂട്രൽ ബോഡി ചാർജ് ചെയ്യപ്പെടുന്ന ഫിനോമിനൻ, പ്രതിഭാസം എങ്ങനെയാണ്? ബൈ ദ പ്രസൻസ് ഓഫ് നൈബറിങ് ചാർജ്ഡ് ബോഡി. ചാർജുള്ള ഒരു ബോഡി അടുത്തിരിക്കുന്നതിൻ്റെ ഫലമായി ന്യൂട്രൽ ബോഡി എന്ത് ചെയ്യപ്പെടുന്നു? ചാർജ് ചെയ്യപ്പെടുന്നു. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ നമുക്ക് ഒരു വസ്തുവിനെ മൂന്ന് രീതിയിൽ ചാർജ് ചെയ്യാമെന്ന് പഠിച്ചു. ഫസ്റ്റ് എന്താ പഠിച്ചത്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്ന ചാർജിങ് ബൈ കണ്ടക്ഷൻ, ദാറ്റ് ഈസ് ആക്ച്വൽ കോണ്ടാക്റ്റ്. മൂന്നാമത് നമ്മൾ പറഞ്ഞു എന്ത്? ചാർജിങ് ബൈ ഇൻഡക്ഷൻ, അല്ല നോട്ട് ആക്ച്വൽ കോണ്ടാക്റ്റ്. ഇത് മൂന്നുമാണ് ചാർജിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഈ ചാർജസിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ഈ ചാർജസിന് ബേസിക് പ്രോപ്പർട്ടീസാണ്. അതിൽ 4 പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ പറയുന്നത്. അൺലൈക്ക് ചാർജസ്, അതിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് അൺലൈക്ക് ചാർജസ് അട്രാക്ട് ആൻഡ് ലൈക്ക് ചാർജസ് റിപ്പൽ. അൺലൈക്ക് എന്ന് പറയുമ്പോൾ വ്യത്യാസമുള്ള, അതായത് പോസിറ്റീവും നെഗറ്റീവും, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രണ്ട് ചാർജസുകൾ തമ്മിൽ എന്ത് ചെയ്യപ്പെടുന്നു? അട്രാക്ട് ഈച്ച് അതർ. അൺലൈക്ക് ചാർജസ് അട്രാക്ട്, ഒരുപോലെ അല്ലാത്ത അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ രണ്ട് ചാർജസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? അട്രാക്ട് ചെയ്യുകയും ആൻഡ് ലൈക്ക് ചാർജസ് റിപ്പൽ, ഒരുപോലുള്ള ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? റിപ്പൽ ചെയ്യുകയും ചെയ്യുന്നു, വികർഷിക്കുകയും ചെയ്യുന്നു. ഒരുപോലുള്ള ചാർജസ് എന്ന് പറയുമ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജുകളാണെങ്കിൽ അവ തമ്മിൽ എന്ത് ചെയ്യും? വികർഷിക്കും. അതുപോലെ രണ്ട് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അവ തമ്മിൽ റിപ്പൽ ചെയ്യും, വികർഷിക്കും. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അൺലൈക്ക് ചാർജസ് അട്രാക്ട് ആൻഡ് ലൈക്ക് ചാർജസ് റിപ്പൽ. ഇതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത് പറയുന്നത് ചാർജ് ഈസ് കൺസേർവ്, അതായത് ചാർജ് എന്ത് ചെയ്യപ്പെടുന്നു? സംരക്ഷിക്കപ്പെടുന്നു. ദാറ്റ് മീൻസ് ചാർജസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ഡിസേർവ്. അതായത്
ചാർജസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനോ നിർമ്മിക്കാനോ ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കത്തില്ല. ചാർജസിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ചാർജ് ഈസ് കൺസേർവ്, ചാർജ് സംരക്ഷിക്കപ്പെടുന്നു. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അത് ഒരു എക്സാമ്പിളിലൂടെ പറയുകയാണെങ്കിൽ, വെൻ എ ഗ്ലാസ് റോഡ് ഈസ് റബ്ഡ് വിത്ത് സിൽക്ക്, അതായത് ഒരു ഗ്ലാസ് റോഡിനെ നമ്മൾ സിൽക്കുമായിട്ട് ഉരസുകയാണ്. അവിടെ എന്ത് സംഭവിക്കും? നേരത്തെ പറഞ്ഞു, ഗ്ലാസ് സിൽക്കുമായി ഉരസുന്ന സമയത്ത് ഗ്ലാസ്സിലുള്ള കുറേ ഇലക്ട്രോൺസ് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു? സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ഗ്ലാസ്സിലുള്ള ഇലക്ട്രോൺസ് ആണ് സിൽക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. അപ്പോൾ ഗ്ലാസ്സിന് സ്വാഭാവികമായിട്ട് എന്തിൻ്റെ കുറവുണ്ടാകുന്നു? ഇലക്ട്രോൺസിൻ്റെ കുറവുണ്ടാകുന്നു. ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ്. ദെർഫോർ ഗ്ലാസ് ഗെറ്റ് പോസിറ്റീവ് ചാർജ്. ആൻഡ് ഇലക്ട്രോൺസിൻ്റെ കുറവുള്ളത് കൊണ്ട് ഗ്ലാസ്സിന് ഏത് ചാർജ് ലഭിക്കുന്നു? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഈ ഇലക്ട്രോൺസ്, അതായത് ഗ്ലാസ്സിൽ നിന്ന് കുറവുണ്ടായ ഇലക്ട്രോൺസ് ആരിലേക്കാണ് പോയത്? സിൽക്കിലേക്കാണ് പോയത്. അപ്പോൾ സിൽക്കിന് കൂടുതൽ എക്സസ് ധാരാളം എന്ത് ലഭിച്ചു? ചാർജ് ലഭിച്ചു. അതുകൊണ്ട് സിൽക്ക് എന്ന് പറയാൻ എന്തായി മാറി? നെഗറ്റീവ് ചാർജുള്ള ഒരു ബോഡിയായി മാറി. ഇവിടെ ഗ്ലാസ്സിൽ നിന്നുള്ള പോസിറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് സിൽക്കിലേക്ക് വന്ന സമയത്ത് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ചാർജ് എന്ത് ചെയ്യപ്പെടുകയാണ് ചെയ്തത്? ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ ചാർജ് പുതുതായി നിർമ്മിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ചാർജ് നഷ്ടപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ചാർജ് ഈസ് കൺസേർവ്ഡ്. ഇതാണ് രണ്ടാമത്തെ ചാർജസിൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, ഇലക്ട്രിക് ചാർജിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ക്വാണ്ടൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്, ഏതൊരു വസ്തുവിലുള്ള ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്, ചാർജ് ഓൺ എനി ബോഡി, ഏതൊരു വസ്തുവിലെയും ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഈസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. ഇലക്ട്രോണിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. അതായത് ഏതൊരു ഇൻഡിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻഡിജർ എന്ന് പറയുമ്പോൾ 1, 2, 3 എന്ന് പറയുന്ന എണ്ണൽ സംഖ്യ. അപ്പോൾ ഇലക്ട്രോണിക് ചാർജ് നമ്മൾ ഇ എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇ എന്ന് പറയുന്ന ഇലക്ട്രോണിക് ചാർജിനെ നമ്മൾ ഇൻഡിജർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഒരു വസ്തുവിന് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ചാർജ് ഓൺ എനി ബോഡി, ഏതൊരു വസ്തുവിലെയും ചാർജ് എന്ന് പറയുന്നത് ഈസ് ദ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്. ഇലക്ട്രോണിക് ചാർജിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ദിസ് ഈസ് കോൾഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് Q ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് n ഇൻറ്റു ഇ. ഇവിടെ n എന്ന് പറയുന്നത് ഇൻഡിജറാണ്. 1, 2, 3, 4 എന്ന് പറയുന്ന ഏതെങ്കിലും നമ്പേഴ്സാണ് ഇവിടെ n എന്ന് പറയുന്നത്. ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചാർജ്. നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് ആണ്. അതായത് ഇഫ് എ സിസ്റ്റം കണ്ടെയ്ൻസ് n ചാർജസ്, ഒരു സിസ്റ്റം എടുക്കുകയാണ്, ആ സിസ്റ്റത്തിൽ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെന്ന് കരുതുക. ഫസ്റ്റ് ചാർജ് Q1, സെക്കൻഡ് ചാർജ് Q2, Q3 എക്സെട്ര, അങ്ങനെ n ചാർജ് Qn എന്ന് പറയുന്ന ചാർജസ് ആ സിസ്റ്റത്തിൽ ഉണ്ട് എന്ന് കരുതുക. എങ്കിൽ ആ സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈ എല്ലാ ചാർജസിൻ്റെയും കൂടെ തുകയായിരിക്കും ആ സിസ്റ്റത്തിന് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. അതായത് ചാർജ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആഡ് ചെയ്യാനായിട്ട് കൂട്ടാനായിട്ട് സാധിക്കും. അത് ഈ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് Q1 പ്ലസ് Q2 പ്ലസ് Q3 പ്ലസ് എക്സെട്ര അപ് ടു Qn. അങ്ങനെ എത്ര ചാർജ് ഉണ്ടെങ്കിലും ആ ചാർജുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൂട്ടാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? അഡിറ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നിന്ന് പഠിക്കുക. ഫസ്റ്റ് നമ്മൾ ചാർജസിനെ കുറിച്ച് പഠിച്ചു, ചാർജസിനെ കുറിച്ചുള്ള സ്റ്റഡി. അടുത്ത് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഏതൊക്കെ രീതിയിൽ നമുക്ക് ചാർജ് ചെയ്യാമെന്ന് പഠിച്ചു. അടുത്ത ലാസ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? ചാർജിങ് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ഇത്രയാണ് നമുക്ക് ഈ ക്ലാസ്സിൽ ഒന്ന് പഠിക്കാം. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിനെ